വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി വെച്ചിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്ത റാഗിപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ കലക്കി വെച്ചേക്കുക. 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന റാഗി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്ത് വേണം, അതൊന്ന് വേവുന്നിടം വരെ. റാഗി ഒന്ന് തിക്കായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴം ആവശ്യമുണ്ട്. അത് ഞാൻ ഇതുപോലെ അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 3 ഈത്തപ്പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റാഗി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ന്യൂട്ടല്ലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ റാഗി ബനാന സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ളവർക്കും ഇത് നല്ലൊരു സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റാ ബൈ.